ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ രണ്ട് കേസസ് വരാം. ഒന്ന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇവിടെ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബട്ട് എവിടെ അത് മിസ്സിങ് ആയിരിക്കും? ബ്രാഞ്ചിന്റെ ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ അത് മിസ്സിങ് ആയിരിക്കും. സെയിം വേ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. അപ്പൊ ബ്രാഞ്ചാ ചെയ്യുന്നത്. അപ്പൊ ബ്രാഞ്ചിന്റെ ബുക്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇവിടെ വരും ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബട്ട് ഇറ്റ് ഇസ് മിസ്സിങ് ഹിയർ. സോ ഈ രണ്ട് കേസസ് ആണ് വരിക. ഈ രണ്ട് കേസ് അതിന്റെ തിയറി ആ സൈഡിൽ കാണാം. ഞാനൊന്ന് വായിക്കാൻ പോവാണ്. ഓക്കെ, ഗുഡ്സ് മേ ബി സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ദേ മേ റീച്ച് ദ ബ്രാഞ്ച് ആഫ്റ്റർ സം ടൈംസ്. ഹെഡ് ഓഫീസ് അയച്ച അന്ന് തന്നെ എത്തണം എന്നില്ല. പല ഏരിയാസിലായിരിക്കും ബ്രാഞ്ച്. സോ ഇറ്റ് മേ ടേക്ക് സം ടൈം. The head office will pass the journal entry on the day of sending. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ മാർച്ച് 14 അയക്കുമ്പോൾ മാർച്ച് 14 ഇവരിവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എങ്ങനെയാ? ഡെബിറ്റിംഗ് ദ ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ക്രെഡിറ്റിംഗ് ദ ഓക്കെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ആൻഡ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണെങ്കിൽ അതിലെ പ്രോപ്പർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടാവും. But the branch will pass the journal entry when it receive. ഈ 14 തീയതി അയച്ച ഗുഡ്സ് ഇവിടെ എത്തിയാൽ മാത്രമേ ബ്രാഞ്ചിൽ എന്ത് ചെയ്യുള്ളൂ? ആ എൻട്രി പാസ് ചെയ്യുള്ളൂ. സിമിലർലി when the branch, ഇതേപോലെ തന്നെ ബ്രാഞ്ച് റിട്ടേൺ ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസിന് ആ റിട്ടേൺ ചെയ്യുന്ന ഡേയിൽ ബ്രാഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ബട്ട് ഇവിടെ അത് കിട്ടിയാൽ മാത്രമേ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുള്ളൂ? അവരുടെ അക്കൗണ്ട്സിൽ അവർ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ ഈ ഒരു കേസ് കൊണ്ട് ബോത്ത് ദ ബാലൻസ് ഓഫ് ഈ രണ്ട് അക്കൗണ്ടിൻ്റെയും ബാലൻസ് തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. ഓക്കെ, അത് പരിഹരിക്കുക എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിയൽ അതിന് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് പാസ് ചെയ്യുക. ഓക്കെ, മെയിൻലി ഈ കേസിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ കേസിൽ മെയിൻലി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ, അതായത് ഹെഡ് ഓഫീസാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുക. ബട്ട് റൂളൊന്നുമില്ല. അത് ഇവിടെ ഏതെങ്കിലും ഒരാൾ മാത്രമേ തിരുത്തണ്ടൂ അല്ലേ? ഒരാളെ അക്കൗണ്ടിൽ മാത്രമേ നമ്മൾ എൻട്രീൻ്റെ ഡിഫറൻസ് വരുത്തേണ്ടതുള്ളൂ. മെയിൻലി അത് ചെയ്യുക ഹെഡ് ഓഫീസാണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് റിലേറ്റഡ് ആണെങ്കിൽ എൻട്രി ഇതാണ്: ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്നത് ബ്രാഞ്ചിന്റെ ബുക്കിലാണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. നമ്മൾ ഇത് തമ്മിലുള്ള മിസ്മാച്ച് വരും. റീസൺ ഇസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ ആ ഒരു എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഒന്നിക്കൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്കിൽ. രണ്ടാളുടെയും ബുക്കിൽ നമുക്ക് ഒരുമിച്ച് പാസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആരെങ്കിലും ഒരാളുടെ മെയിൻലി അത് ചെയ്യുക ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ്. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് ചെയ്യുന്നതെങ്കിൽ എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ബ്രാഞ്ചിന്റെ ബുക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുക. മെയിൻലി ഇത് പാസ് ചെയ്യുക ഒരു ഇയറിന്റെ എൻഡിലായിരിക്കും. ക്ലിയർ? ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് വേണ്ടു. ഇനി കുറച്ചും കൂടി കൂടുതൽ അറിയണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 ഈ എൻട്രി നേരെ റിവേഴ്സ് ചെയ്യും. ഇപ്പം ഹെഡ് ഓഫീസിന്റെ ബുക്കാണെങ്കിൽ ഇത് നേരെ റിവേഴ്സ് ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ ആ ഗുഡ്സ് വരുമ്പം സാധാരണ പോലെ എൻട്രി പാസ് ചെയ്യാണ്ട് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. നിങ്ങൾ വെറുതെ ഓവറായിട്ട് ആലോചിക്കേണ്ട. നിങ്ങൾക്കിപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ എൻട്രി മാത്രമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാനാണെങ്കിൽ തിയറി ആണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ തിയറി എൻട്രി എഴുതുക. ഇനി പ്രാക്ടിക്കലി പ്രോബ്ലം വരുവാണെങ്കിൽ നിങ്ങൾ ഈ എൻട്രി അങ്ങോട്ട് എഴുതി കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് അതിൽ എമൗണ്ടും തന്നിട്ടുണ്ടാവും.
നിങ്ങൾ ഈ എൻട്രി ബൈ ഹാർട്ട് ചെയ്യുക, അത് അവിടെ എഴുതുക, അത്രയേ വേണ്ടു. ഫോർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ക്ലിയർ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണെങ്കിൽ, ബ്രാഞ്ചിൻ്റെ ബുക്കിലാണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഒന്നും അറിയാത്തവർ ഇതിന്ന് ഈ എൻട്രീസ് മാത്രം മനസ്സിൽ ഓർമ്മിക്കുക. നൗ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് second adjustment, cash in transit. Okay, same as goods in transit. Goods in transit എന്താണോ ചെയ്യുന്നത് അത് തന്നെ സെയിം. ഹെഡ് ഓഫീസിൻ്റെ എൻട്രി ഒന്നിക്ക് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം, ഓർ ഏതെങ്കിലും ഒന്നിൽ, അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെത്. ആൻഡ് മെയിൻലി ഏതിലായിരിക്കും പാസ് ചെയ്യുക? ഹെഡ് ഓഫീസിൻ്റെത്. ഹെഡ് ഓഫീസിലെ എൻട്രി നേരത്തെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ സെയിം എൻട്രി, ബട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന് പകരം എന്ത് വരും? Cash in transit to branch. ഇനി ബ്രാഞ്ചിൻ്റെ ബുക്കിലോ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്. സെയിം തന്നെ. എങ്ങനെയാണോ നിങ്ങൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ട്രീറ്റ് ചെയ്തത് സെയിം, ബട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന് പകരം ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എഴുതുക. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ആൻഡ് തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ്, ഓർക്കുന്നുണ്ടോ തേർഡ് അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച് അല്ലേ? ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, നൗ ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഇതിന് രണ്ട് ബുക്കിലും എൻട്രി പാസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഹെഡ് ഓഫീസിന്റെ ബുക്കിലും എൻട്രി പാസ് ചെയ്യണം, ബ്രാഞ്ചിന്റെ ബുക്കിലും എൻട്രി പാസ് ചെയ്യണം. രണ്ടുപേരുടെ ബുക്കിലും. ഓക്കെ, ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചിന്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ്. എവിടെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് വന്നാലും അപ്പുറത്ത് എഴുതുമ്പം താഴെ ക്രെഡിറ്റിൽ ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഇനി ബ്രാഞ്ചിന്റെ ബുക്കിൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ക്ലിയർ? ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച്. എക്സ്പെൻസ് മേ ബി അഡ്വർടൈസ്മെന്റ്, സാലറി, റെന്റ്, എനി എക്സ്പെൻസസ്. എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിലും പാസ് ചെയ്യണം, ബ്രാഞ്ചിന്റെ ബുക്കിലും പാസ് ചെയ്യണം. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ പാസ് ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ്. ഇവിടെ എക്സ്പെൻസിന്റെ പേര് മെൻഷൻ ചെയ്യുക. അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ടു അഡ്വർടൈസ്മെന്റ്. ആൻഡ് ബ്രാഞ്ചിന്റെ ബുക്കിൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. സോ നമ്മൾ ഓൾറെഡി 3 അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഇസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, goods in transit. Second one cash in transit, and third one head office chargeable to branch. Head office expense chargeable to branch. Cash in transit either in the book of head office. Adjustment entries should be passed ഒന്നുകിൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്കിൽ. എൻട്രീസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച് ആൻഡ് ബ്രാഞ്ചിന്റെ ബുക്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്. സെയിം ക്യാഷ് ഇൻ ട്രാൻസിറ്റിന്റെ കേസിൽ തേർഡ് വൺ ഇസ് ദിസ്. നൗ മൂവിങ് ഓൺ ടു അവർ ഫോർത്ത് adjustment, that is depreciation on branch fixed asset. അതിൽ ഈ ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട്, അത് നമ്മൾ അക്കൗണ്ട് വരില്ലേ, അത് ഒന്നിക്കൽ ഹെഡ് ഓഫീസ് ആയിരിക്കും ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിരിക്കും. ഇപ്പം ബ്രാഞ്ചിന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വെച്ചോ, ബ്രാഞ്ചിന്റെ കയ്യിൽ അതിന്റെ അക്കൗണ്ട് പറയുന്നത് ചിലപ്പം ഹെഡ് ഓഫീസ് പറയും അതിന്റെ കാര്യമൊന്നും ബ്രാഞ്ച് നീ നോക്കണ്ട, അതൊക്കെ ഞാൻ എന്ത് ചെയ്തോളാം, അക്കൗണ്ട് ചെയ്തോളാം എന്ന് പറയുന്ന കേസാണ് ഈ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഹെഡ് ഓഫീസ്. ഇനി ചില കേസിലോ ബിൽഡിങ്ങിന്റെ അക്കൗണ്ട് ആര് തന്നെ പറയാം, ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ബ്രാഞ്ച്. ക്ലിയർ? ഈ രണ്ട് കേസാണ് ഇതിൽ വരിക. ഓക്കെ, നോക്കിക്കൊള്ളാം. ഒന്നാമത്തെ പർച്ചേസ് ആണെന്ന് വെച്ചോ, ഒരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ്. ഓക്കെ, അപ്പം എൻട്രി
പുതിയൊരു അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഓക്കെ, ഇത് ആരുടെ ബുക്കിലാണോ എഴുതുന്നതെന്നറിയോ? ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്. ക്ലിയർ? ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ പുതിയൊരു എൻട്രി വരും, ബ്രാഞ്ച് ഫിക്സഡ്, ബിക്കോസ് ഇറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്. ഇനി സെയിം പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ചാ വാങ്ങിച്ചതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോഴും എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രം എൻട്രി വരും, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ക്ലിയർ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രം എൻട്രി വരും. പർച്ചേസ് ചെയ്യുന്നത് ക്യാഷിനാണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി പർച്ചേസ് ചെയ്യുന്നത് ബ്രാഞ്ച് ആണെങ്കിലും ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അസറ്റിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ക്ലിയർ? ഒരു അസറ്റിന് നമ്മൾ എപ്പോഴും ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ലല്ലോ. അതിന് ഡിപ്രിസിയേഷന്റെ എൻട്രി വരുമ്പം ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രിസിയേഷന്റെ എൻട്രി ഡിപ്രിസിയേഷൻ രണ്ടാളെ ബുക്കിലും എഴുതണം. ബിക്കോസ് ഈ അസറ്റ്, ഈ ബിൽഡിംഗ് നേരത്തെ പറഞ്ഞില്ല, അത് ഉപയോഗിക്കുന്നത് ആരാ? ബ്രാഞ്ച് അല്ലേ. സോ ബ്രാഞ്ചും ഡിപ്രിസിയേഷന്റെ എൻട്രി പാസ് ചെയ്യണം, ഹെഡ് ഓഫീസും ഡിപ്രിസിയേഷന്റെ എൻട്രി പാസ് ചെയ്യണം. ഈ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രം വന്നാൽ മതി. ബട്ട് ഡിപ്രിസിയേഷന്റെ എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിലും വരണം, ബ്രാഞ്ചിന്റെ ബുക്കിലും വരണം. ഡിപ്രിസിയേഷൻ എൻട്രി in the book of head office, in the book of branch. In the book of head office entry is branch account debtor to branch fixed asset. Okay, branch account debtor to branch fixed asset. Okay, and in the book of branch ആണെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രാഞ്ച് ഇവിടെ ഡെബിറ്റിൽ വന്നാൽ ഇപ്പുറത്ത് ആരുണ്ടാവും? ഹെഡ് ഓഫീസ് ക്രെഡിറ്റിലുണ്ടാവും. ഓക്കെ, ഡിപ്രിസിയേഷൻ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്, ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ക്ലിയർ? ഡിപ്രിസിയേഷൻ ഓൺ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് ഒന്നിക്കൽ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് വെൻ ഇറ്റ് ഇസ് മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ആണ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രം എഴുതിയാൽ മതി. ബട്ട് ഡിപ്രിസിയേഷൻ എൻട്രി രണ്ടാളുടെ ബുക്കിലും കാണിക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി ക്യാഷിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അല്ല, ഈ അസറ്റ് വാങ്ങിച്ചത് ബ്രാഞ്ച് ആണെങ്കിൽ എൻട്രി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു branch. Okay, now depreciation entry head office in the book branch account debtor to branch fixed asset, in the book of branch depreciation account debtor to head office. Clear ആണോ മക്കളെ ഈ കേസ്? ഇനി അപ്പുറത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ബ്രാഞ്ച്. അപ്പോൾ ഈ കേസ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ബ്രാഞ്ച്. അതിലും അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി നമ്മൾ പഠിക്കേണ്ട വരും, ഡിപ്രിസിയേഷൻ്റെ ടൈമിലുള്ള എൻട്രിയും പഠിക്കേണ്ടി വരും. പർച്ചേസിൻ്റെ ടൈമിൽ ഇവിടെ പർച്ചേസിൻ്റെ ടൈമിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ മാത്രമേ എൻട്രി പാസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ബ്രാഞ്ച് അക്കൗണ്ട്. പർച്ചേസിൻ്റെ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസും എഴുതണം, ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. പർച്ചേസ് ചെയ്യുന്ന സമയത്തും രണ്ടാളുടെ ബുക്കിലും എൻട്രി പാസ് ചെയ്യണം. ഇഫ് ദ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ബ്രാഞ്ച്. ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലുള്ള എൻട്രി branch account debtor to branch fixed asset. No, നേരെ തിരിച്ചിട്ടാ വരാം, സോറിയാ.
വാങ്ങിക്കുന്നത്. ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു branch. Okay, branch fixed asset account debtor to branch account. And in the books of branch, ഞാൻ പറഞ്ഞു ഇവിടെ ബ്രാഞ്ച് ക്രെഡിറ്റിൽ വന്ന അപ്പോഴത്തേൽ എന്തുണ്ടാവും, ഹെഡ് ഓഫീസ് ക്രെഡിറ്റ് ഡെബിറ്റിലുണ്ടാവും. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അല്ലെങ്കിൽ ക്രെഡിറ്റിനാണ് വാങ്ങിച്ചെങ്കിൽ ആ ക്രെഡിറ്റിന് വാങ്ങിച്ച സപ്ലയറെ പേര്. ഓക്കെ, ക്ലിയർ? Fixed asset account maintained by branch, purchasable entry in the book of head office, branch fixed asset account debtor to branch account, and in the books of branch head office account debtor to bank, head office account debtor to bank. Clear aanallo? If it is for credit, you have to mention the supplier name instead of bank. Clear? Any depreciation entry kuda kazhinja oru veliyoru part ഇവിടെ അവസാനിച്ചു. ഡിപ്രിസിയേഷൻ എൻട്രി. ഓക്കെ, ഡിപ്രിസിയേഷൻ എൻട്രി, നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ്, സോറി ഇവിടെ ഹെഡ് ഓഫീസിൽ നോ എൻട്രി ഇൻ ദ ബുക്ക്, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ നോ എൻട്രി, ബട്ട് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ depreciation account debtor to branch fixed asset. Clear ആണോ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ബൈ ബ്രാഞ്ച് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടിലും വേണം, ഹെഡ് ഓഫീസിലും വേണം, ബ്രാഞ്ചിലും വേണം. ബട്ട് ഇതിലാണെങ്കിൽ ഹെഡ് ഓഫീസിൽ മാത്രമേ എൻട്രി ഉള്ളൂ. ഹെഡ് ഓഫീസിലും വേണം, ബ്രാഞ്ചിലും വേണം. ഹെഡ് ഓഫീസിൻ്റെ എൻട്രി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നൗ ഡിപ്രിസിയേഷന് ഹെഡ് ഓഫീസിൻ്റെ എൻട്രി ഇല്ല, ഹെഡ് ഓഫീസിൻ്റെ എൻട്രി ഇല്ല, പകരം ബ്രാഞ്ചിൻ്റെ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഹെഡ് ഓഫീസ് വേണോ എന്നുള്ളൊരു സംശയം വരും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ. അന്നേരം ആലോചിച്ചാൽ മതി, ഇപ്പുറം എൻട്രി ഇല്ലല്ലോ, ഇവിടെ ഹെഡ് ഓഫീസ് എഴുതിയതിൻ്റെ നേരെ കൗണ്ടർ എഫക്റ്റ് ഇപ്പുറം കാണിക്കണ്ടേ. സോ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത്, മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്, പർച്ചേസ് ചെയ്യുമ്പം ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നോ എൻട്രി, പർച്ചേസ് ചെയ്യുമ്പം ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നോ എൻട്രി. ഡിപ്രിസിയേഷൻ്റെ സമയത്ത് രണ്ടാളെ ബുക്കിലും എൻട്രി എഴുതണം. ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടാളതിലും എൻട്രി വേണം, ബട്ട് ഡിപ്രിസിയേഷൻ്റെ കേസിൽ ബ്രാഞ്ചിൽ മാത്രം എൻട്രി മതി. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇതെല്ലാം എഴുതിയെടുത്തോളണേ, ലെക്ചർ നോട്ടിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. What do you mean by interbank transfer? എന്താ ഇന്റർ ബ്രാഞ്ച് ആണ്, ഞാൻ ബാങ്ക് എന്ന് പറഞ്ഞു തോന്നുന്നു. എനിവേ, ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു ഹെഡ് ഓഫീസിന് ഫോർ എക്സാമ്പിൾ 2 ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചോ, എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ. ഒന്നിക്ക് ഗുഡ്സ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ? ഒരു ബ്രാഞ്ച് സെൻഡ് ചെയ്യും, മറ്റേ ബ്രാഞ്ച് റിസീവ് ചെയ്യും. മേ ബി ഗുഡ്സ് ആയിരിക്കും റിസീവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കും ഒന്ന് റിസീവിങ് ബ്രാഞ്ച് ആയിരിക്കും, മറ്റേത് സെൻഡിങ് ബ്രാഞ്ച് ആയിരിക്കും. കറക്റ്റ്? ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ മീൻസ് 2 ബ്രാഞ്ചസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറയാം. ദാറ്റ് മേ ബി ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓർ ട്രാൻസ്ഫർ ഓഫ് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഒന്ന് സെൻഡിങ് ബ്രാഞ്ചും ആയിരിക്കും, ഒന്ന് റിസീവിങ് ബ്രാഞ്ചും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2 ബ്രാഞ്ചാണ്. എ എന്ത് ചെയ്തു, ഗുഡ്സ് ബി എന്ന് പറയുന്ന ബ്രാഞ്ചിന് സെൻഡ് ചെയ്തു. എ സെൻഡ് ഗുഡ്സ് ടു ബി. അപ്പോൾ സെൻഡിങ് ബ്രാഞ്ച് ഏതാണോ, സെൻഡിങ് ബ്രാഞ്ച് എയും റിസീവിങ് ബ്രാഞ്ച് ബിയും. സംശയമില്ലല്ലോ, സെൻഡിങ് ബ്രാഞ്ച് എ, റിസീവിങ് ബ്രാഞ്ച് ബി. ഗുഡ്സ് തന്നെ ആവണമെന്നില്ല, ക്യാഷും ആവാം. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഗുഡ്സ് ആണെന്ന് വെച്ചു, സെൻഡിങ് ബ്രാഞ്ച്. ഇനി നോക്കൂ, എൻട്രി സെൻഡിങ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ എൻട്രി പാസ് ചെയ്യണം, റിസീവിങ് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ,
ഇൻ ദ ബുക്സ് ഓഫ് സെൻഡിങ് ബ്രാഞ്ച് എൻട്രി പാസ് ചെയ്യണം. ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആണെങ്കിൽ സെൻഡിങ് ബ്രാഞ്ച്, അതായത് ഈ കേസിൽ എന്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം, റിസീവിംഗ് ബ്രാഞ്ചിന്റെ ബുക്ക് അതായത് ബിന്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം, ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, എന്തിനാ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി പാസ് ചെയ്യുന്നതോ? ഇവരിത് അസ്യൂം ചെയ്യുക, സെൻഡിങ് ബ്രാഞ്ച് അസ്യൂം ചെയ്യുക ബിക്ക് കൊടുത്തു എന്നല്ല. സെൻഡിങ് ബ്രാഞ്ച് ഇസ് അസ്യൂമിങ് ദാറ്റ് ഹെഡ് ഓഫീസ് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഇത് ആർക്കാ കൊടുത്തത്? ഹെഡ് ഓഫീസിനാ കൊടുത്തത് എന്നാ സെൻഡിങ് ബ്രാഞ്ച് അസ്യൂം ചെയ്യുക. അതേപോലെ റിസീവിംഗ് ബ്രാഞ്ച് അസ്യൂം ചെയ്യുക ഏൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയെന്നല്ല, ആരുടെ നിന്ന് കിട്ടിയെന്നാണ് അവർ അസ്യൂം ചെയ്യുക? ഹെഡ് ഓഫീസ്, ബിക്കോസ് ദീസ് ഓൾ ആർ ത്രൂ ദ കൺസെന്റ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ സെൻഡിങ് ബ്രാഞ്ച് ഇസ് അസ്യൂമിങ് ദാറ്റ് ദേ ആർ സെൻഡിങ് ഗുഡ്സ് ടു ദ ഹെഡ് ഓഫീസ് ആൻഡ് ബി. Receiving branch എന്താ assume ചെയ്യുന്നത്? They are receiving the goods from the head office. Entries in the books of sending branch. Head office account debtor to goods ആണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ goods എന്ന് എഴുതാം. ഇനി അല്ല ക്യാഷ് ആ ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ക്യാഷ് എന്ന് എഴുതാം. ഇനി in the books of receiving branch ആണെങ്കിൽ goods ആ റിസീവ് ചെയ്യുമെങ്കിൽ goods, cash ആ റിസീവ് ചെയ്യുമെങ്കിൽ cash to head office account. Clear? ഇനി head office in account simple receiving branch account debtor, അതായത് ഈ കേസിലാണെങ്കിൽ B account debtor to sending branch, that is to A. ഇതായിരിക്കും entry. Okay, in the books of sending branch head office account debtor to goods to cash. In the receiving branch receive ചെയ്തു goods account debtor അല്ലെ cash account debtor to head office. head office ന്റെ ബുക്കിൽ receiving branch account debtor to sending branch. ഇതിൽ ആദ്യം ഏതാ മേലാന്നുള്ള സംശയമുണ്ട്. 6 കഴിഞ്ഞിട്ടുള്ളതോ എസ് ആൽഫബറ്റിന്റെ ഓർഡറിൽ PQRS അല്ലേ. സോ 6 receiving branch account debtor to sending branch account. കൺഫ്യൂഷൻ നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി അറിയുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് ഡെബിറ്റ് വന്ന അങ്ങനെ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡിൽ ഓർമ്മിക്കേണ്ട കാര്യമില്ല. ബട്ട് അങ്ങനെ ഓർമ്മിക്കാനുള്ള ഒരു ഈസി വേ RS ആണ്. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ PQRS അല്ലേ. സോ റിസീവിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സെൻഡിങ് ബ്രാഞ്ച് അക്കൗണ്ട്. സോ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത് നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞു. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ബുക്കിൽ മാത്രം, ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് ഹെഡ് ഓഫീസിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്കിൽ മാത്രം എൻട്രി പാസ് ചെയ്യുക. എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു മറക്കുവാണ് ക്യാഷ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഒന്നിക്ക് ഹെഡ് ഓഫീസിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ബുക്കിൽ മാത്രം, ഓർ ബ്രാഞ്ചിന്റെ ബുക്കിൽ. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച്, ഇനി ബ്രാഞ്ചിന്റെ ബുക്കിലാണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്. ക്ലിയർ? രണ്ടാമത്തത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ സെയിം തന്നെ, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിന്റെ ബുക്കിലാണെങ്കിൽ ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. നമ്മൾ മൂന്നാമത് എന്താണ് പഠിച്ചത്? ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസ് ബ്രാഞ്ചിന് ചാർജ് ചെയ്യുമ്പോൾ രണ്ടാളെ ബുക്കിലും വേണം, ഹെഡ് ഓഫീസിന്റെ ബുക്കിലും വേണം ആൻഡ് രണ്ടാളെ ബുക്കിലും വേണം ബ്രാഞ്ചിന്റെ. ഹെഡ് ഓഫീസിന്റെ ബുക്കിലുള്ള എൻട്രി എന്തേനോടോ? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ്. ബ്രാഞ്ചിന്റെ ബുക്കിലോ ഇവിടെ ബ്രാഞ്ച് ഡെബിറ്റ് വന്നാൽ ഇവിടെ ക്രെഡിറ്റിൽ ആരുണ്ടാവും? ഹെഡ് ഓഫീസ് ഉണ്ടാവും, മേലെ എന്തുണ്ട്? എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്ലിയർ? ഈ 3 എൻട്രി കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയൊരു സംഭവം പഠിച്ചു. ഡിപ്രിസിയേഷന്റെ കാര്യമാണ് പഠിച്ചത്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പം ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി ഉണ്ട്, ബ്രാഞ്ചിന്റെ ബുക്കിൽ എന്തില്ല? എൻട്രി ഇല്ല. ഹെഡ് ഓഫീസിന്റെ ബുക്കിലെ എൻട്രി എന്താണോ? പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അല്ലെങ്കിൽ ബ്രാഞ്ചാ വാങ്ങിക്കുന്നെങ്കിൽ ബ്രാഞ്ച് വരും. ഓക്കെ ഓക്കെ, ടു ബാങ്ക് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്തോട് പറഞ്ഞ പിന്നെ ഡിപ്രിസിയേഷൻ്റെ എൻട്രി. ഡിപ്രിസിയേഷൻ്റെ എൻട്രി ആകുമ്പോൾ
ഓക്കെ, ഡിപ്രിസിയേഷൻ എൻട്രി ആകുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെയിലും വേണം, ബ്രാഞ്ചിൻ്റെയിലും വേണം, രണ്ടാളുടെയിലും. ബിക്കോസ് ബ്രാഞ്ചാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. സോ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിലും ഡിപ്രിസിയേഷൻ എൻട്രി പ്രൊവൈഡ് ചെയ്യണം. ഡിപ്രിസിയേഷൻ എൻട്രി ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. ഇനി ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിലോ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ഞാനിവിടെ ബ്രാഞ്ച് കട്ട് ചെയ്തതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് അന്നേരം പിന്നെയും ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ എൻട്രി ഒക്കെ പറയണം. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് മാത്രം എഴുതുന്നത്. എനിവേ ലീവ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ച് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടാളെ ബുക്കിലും എൻട്രി വേണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലും എൻട്രി വേണം, ബ്രാഞ്ചിൻ്റെ ബുക്കിലും എൻട്രി വേണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എൻട്രി എന്താണോ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സപ്ലയറുടെ പേര്. ഡിപ്രിസിയേഷന് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ മാത്രം എൻട്രി മതി. ആ എൻട്രി എന്താ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ പറഞ്ഞു. ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ റിസീവിംഗ് ബ്രാഞ്ച് ഉണ്ടാവും, സെൻഡിങ് ബ്രാഞ്ച് ഉണ്ടാവും, ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഇവരുടെ ബുക്കിൽ എൻട്രി, ഇവരുടെ ബുക്കിൽ എൻട്രി, ഇവരുടെ ബുക്കിൽ എൻട്രി. They are assuming that goods are sent to head office and they are assuming that goods are received from head office. So sending branch entry head office account debtor to goods പോവല്ലേ ചെയ്യുന്നത്, credit what goes out അല്ലേ. സോ head office account debtor to goods അല്ലെങ്കിൽ cash. sending branchൽ വരും goods account debtor what comes in അല്ലേ സെൻഡ് ചെയ്തു. അപ്പോൾ റിസീവ് ചെയ്യുന്നവർ goods account debtor cash account debtor to head office and in the books of head office receiving RS receiving branch account debtor to sending branch account. ഇനി ഒരു റെമിറ്റൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചത് കണ്ടില്ല. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചോദിക്കുക. അധികവും 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനേക്കാളും മുന്നേ ഇതിൻ്റെ നോട്ട്സ് ഇരുന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, ലെക്ചർ നോട്ട് പോലെ. ഓക്കെ, we are going to do a problem based on the adjustment entries and question is on the board. Okay, write necessary journal entries in the book of head office. Here head office in the bookil entry എഴുതാനാണ് പറഞ്ഞത്, in the book of head office. So question ൽ പറയുന്നുണ്ട് head office in the bookil entry pass ചെയ്യേണ്ടത്. Okay, and ends 31st March. Goods sent by head office on March 27 worth 4,000 to Kannur branch not received by the branch till March 31st. സംഭവം എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇറ്റ് ഈസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആകുമ്പോഴുള്ള എൻട്രി. അപ്പോൾ ഒന്നാമത്തത് ഏതാണോ തന്ന, ഓക്കെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസിൻ്റെ ടു ബ്രാഞ്ച്. നറേഷൻ എഴുതുക. ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ്, ബട്ട് അത് എവിടെ എഴുതിയിട്ടില്ല, നോട്ട് യെറ്റ് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച്. എമൗണ്ട് ഇസ് 4,000, റൈറ്റ്? 4,000 ഒന്നാമത്തെ കഴിഞ്ഞ്. ഇനി സെക്കൻഡ് ബി. ഗുഡ്സ് സെൻഡ് ബൈ കൽക്കത്ത ബ്രാഞ്ച് ടു മാംഗ്ലൂർ ബ്രാഞ്ച് ഫോർ 1,600 have not been recorded. Calcutta branch to Mangalore branch. What is that? Inter branch transfer അല്ല, രണ്ട് ബ്രാഞ്ച് തമ്മിലുള്ള ട്രാൻസ്ഫർ. ഏതൊക്കെയാണോ രണ്ട് ബ്രാഞ്ച്? കൽക്കത്ത ബ്രാഞ്ച് ആൻഡ് മാംഗ്ലൂർ ബ്രാഞ്ച്. ഓക്കെ, നമ്മളിത് ആരുടെ ബുക്കിലാണോ എഴുതുന്നത്? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫറിൻ്റെ എൻട്രി എന്താ? receiving branch account debtor to sending branch അല്ലേ. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി ഇവിടെ ആരാണ് റിസീവിംഗ്, ഹൂ ഇസ് ദ സെൻഡർ. ഗുഡ് സെൻഡ് ബൈ കൽക്കത്ത ബ്രാഞ്ച്. കൊൽക്കത്ത ബ്രാഞ്ച് ഇസ് ദി സെൻഡർ, റൈറ്റ്? അപ്പോൾ ഇവിടെ സെൻഡറിന് പകരം ആര് വരും? കൽക്കട്ട. ഓക്കെ, കൽക്കട്ട ആണല്ല, കൊൽക്കത്തയാണല്ലേ, നമ്മളെ പേര് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നൗ ഹു ഇസ് ദി റിസീവർ? മാംഗ്ലൂർ ബ്രാഞ്ച്.
Mangalore branch account debtor to Kolkata branch. Receiving branch account debtor to sending branch. Amount എത്രയാടോ? 1,600. Now see. What is the next? Next transaction. Mangalore branch paid rupees 5,000 for a machine purchased by head office for the later. Mangalore branch paid. Mangalore branch pay ചെയ്തു പൈസ. അപ്പോൾ branch pay ചെയ്തു for a machine purchased by head office. ഹെഡ് ഓഫീസ് വാങ്ങിച്ചതിൻ്റെ പൈസ ബ്രാഞ്ച് കൊടുത്താൽ എന്തായിരുന്നു എൻട്രി? ഡിപ്രിസിയേഷൻ എടുക്കുക. ഡിപ്രിസിയേഷനിൽ നമ്മൾ ഫസ്റ്റ് കേസ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി എന്താണ്? അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി അത് ബ്രാഞ്ചാ വാങ്ങിച്ചിട്ടുള്ള എൻട്രി എന്താ? ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ആവും. അവിടെ ബാങ്കിന് പകരം ബ്രാഞ്ച് ആവും. എൻട്രി എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബട്ട് ഇവിടെ മിഷനറി എന്നാണ് പേര്. സോ എൻട്രി എന്ത് വരും? മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ചിന് പേരുണ്ടോ? മാംഗ്ലൂർ ബ്രാഞ്ച്. Amount 5,000, right? Yes, 5,000. Clear allado? നമ്മൾ പറഞ്ഞ കേസാണ്. Now last one. Provide depreciation on 10% on furniture. Furniture 10% depreciation. Mangalore branch furniture account is maintained in the head office book. The cost of furniture is 20,000. 20,000 രൂപയുടെ മിഷനറി 10%. അപ്പോൾ 2,000 രൂപയാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ്റെ കേസ് വരുമ്പോൾ ആദ്യം നോക്കണം അക്കൗണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ അക്കൗണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ ബൈ ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഡിപ്രിസിയേഷന് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലുള്ള എൻട്രി. ബിക്കോസ് വി ആർ റൈറ്റിംഗ് entries in the book of head office. Head office in the bookile depreciation the entry endado entry? Branch account debtor to branch fixed account. Fixed asset account. Branch account debtor to branch എടുത്തു നോക്കിയാൽ മതി. നിങ്ങളെ നോട്ടിലുണ്ടാവും. Branch account debtor to branch fixed asset. Here the branchന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. Mangalore branch to asset is machinery, right? Furniture. So branch furniture account. Okay, clear ആണല്ലോ? ക്വസ്റ്റ്യനിൽ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എൻട്രി. ഓക്കെ, ഇനി ഇൻ ദ ബ്രാഞ്ച് എന്ന് പറഞ്ഞാലോ നമുക്ക് ഇനി ഓക്കെ സെയിം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ അത് ചെയ്യാൻ പറ്റില്ല. എനിവേ നമുക്ക് വേറൊരു, ബിക്കോസ് ഇവിടെ പല പല ബ്രാഞ്ചസ് ആണ് ഉള്ളത്. കൊൽക്കത്ത ഇസ് ദെയർ, മാംഗ്ലൂർ ഇസ് ദെയർ. സോ നമുക്ക് വേറൊരു പ്രോബ്ലത്തിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നോക്കി വരാം. ഇവിടെ ഹെഡ് ഓഫീസ്, സോ സി റൈറ്റ്. ഇനി ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല മക്കളെ. ഇതിൽ വേണ്ടാത്തത് ശരി നമ്മളെന്താ പറയുക, നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇതിലില്ല. നമ്മൾ കാര്യമായിട്ട് എൻട്രി ഒക്കെ പഠിച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ബട്ട് ഇതിലുണ്ടല്ലോ നമ്മൾ +2 പഠിച്ച റെക്ടിഫിക്കേഷൻ എൻട്രി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മളെ തലക്ക് ഭ്രാന്ത് പിടിപ്പിച്ചൊരു സാധനമാണ് അല്ലേ. എൻട്രിയിൽ എന്തെങ്കിലും ഒരാൾ എൻട്രി പാസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി അതിനെങ്ങനെ റെക്ടിഫൈ. സോ ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം റെക്ടിഫിക്കേഷൻ എൻട്രി ഒക്കെ പാസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എഴുതാൻ പറ്റുക. ഓക്കെ, എനിക്ക് തോന്നുന്നു 2017 എന്നറിയില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു കണക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, നോട്ടിൽ കോപ്പി ചെയ്യണം. അത് പ്രോബ്ലം ഇതിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കും നമ്മൾ വരയുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് ഓൾസോ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് ഓൺ ദ ബോർഡ്. നിങ്ങളത് പോസ് പ്രസ് ചെയ്തതിന് ശേഷം അത് എഴുതിയെടുക്കുക. അതിന് ശേഷം മാത്രം വീഡിയോ മുമ്പോട്ട് കണ്ടാൽ മതി. ഓക്കെ. A&M Company Limited having its head office at Delhi with branches at Lucknow and Allahabad.
ആൻഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st December 2013. ഭയങ്കര ഓൾഡ് ടെക്സ്റ്റ് ആണുണ്ട് കേട്ടോ, 2013 ഒക്കെ. When the following transaction have taken place: 1. Remittance of rupees 4,500 made by Lucknow branch to its head office on 30th December, received by the head office on 5th January. അതായത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണല്ലേ. റെമിറ്റൻസ് ഓഫ് 4,500. അപ്പം ഫസ്റ്റ് തിങ് ഇസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. ആര് കൊടുത്തിട്ടുണ്ട്? ബ്രാഞ്ചിൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്, ബട്ട് ഹെഡ് ഓഫീസിൽ കിട്ടിയിരിക്കുന്നത് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അതൊക്കെ വായിച്ച് നിങ്ങൾ ടു ലാസ്റ്റ് നോക്കിയേ. ഷോ ദ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ആൻഡ് ലക്നോ ബ്രാഞ്ച് ആസ് ദ ക്ലോസ് ഓഫ് ദി ഇയർ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് പേരുണ്ടോ? ഇല്ല. ജേർണൽ ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ തന്നെ സെയിം ഇവിടെ തന്നെ എഴുതാൻ പോവാം. ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് തിങ് ഇസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റിന് ഹെഡ് ഓഫീസിന്റെ എൻട്രി എന്താ? ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി എന്താണോ? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഡേറ്റ് എപ്പോഴും 31st December ആയിരിക്കും. നമ്മൾ ക്ലോസിംഗ് ഡേ ആണ് ഇത്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച്, റൈറ്റ്? ബ്രാക്കറ്റിൽ നമ്മൾ എഴുതും ക്യാഷ് സെൻഡ് ബൈ ബ്രാഞ്ച്, ബട്ട് ആരും റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് റിസീവ് ബൈ ദി ഹെഡ് ഓഫീസ്. ഇനി നമ്മൾ ആരുടെ എൻട്രി എഴുതണോ? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ആരുടെ ബുക്കാണോ അത്? ലക്നൗ ബ്രാഞ്ച് അല്ലേ? ഇത് ഈ വിസിബിൾ ആണോ? യെസ്, ഇറ്റ്സ് വിസിബിൾ. ലക്നൗ ബ്രാഞ്ചിൻ്റെ ബുക്ക് ലക്നൗ. ഓക്കെ, ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ എൻട്രി എന്താണോ? ഞാൻ പറഞ്ഞു, സ്പീഡാക്കി എന്താ എൻട്രി? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ് അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇപ്പോൾ? കേട്ടോ, ഈ എൻട്രി ഏതെങ്കിലും ഒരാളുടെ ബുക്കിൽ മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നും പറയുന്നില്ലെങ്കിൽ ആരുടെയിലാണോ പാസ് ചെയ്യുക? ഹെഡ് ഓഫീസ്. സോ ഇവിടെ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് എഴുതിയിട്ട് മായ്ക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അത് തറോ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. നോ എൻട്രി, റൈറ്റ്? ബിക്കോസ് ഓൾറെഡി ഈ സംഭവം നമ്മൾ ആരുടെ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. സോ നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച്. സംശയമില്ലല്ലോ? ഇല്ല. ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ. ഗുഡ്സ് വാല്യൂയിങ് rupees 2,200 dispatched by Allahabad branch on 27th December under instruction from the head office was received by the Lucknow on. ഓക്കെ, അലഹബാദ് ബ്രാഞ്ചും ലക്നൗ ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, റൈറ്റ്? ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. എൻട്രി ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി റിസീവിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു സെൻഡിംഗ് ബ്രാഞ്ച്. ഹു ഇസ് ദ റിസീവിംഗ് ബ്രാഞ്ച്? എടോ, ലക്നൗ ബ്രാഞ്ച് അല്ലെ? ഡിസ്പാച്ച്ഡ് ബൈ, സെൻഡ് ബൈ അലഹബാദ് ബ്രാഞ്ച് and was received by Lucknow branch. So Lucknow branch is the receiver. So entry is Lucknow branch account debtor to Allahabad branch account, right? So ഇവിടെ amount എഴുതാൻ മറന്നു ഞാൻ, 4,500 അല്ലേ? Next amount is 2,200. Okay. Now in the book of Lucknow branch, Lucknow is the receiving branch. Receiving branchന്റെ അക്കൗണ്ടിലുള്ള എൻട്രി എന്താണോ? റിസീവിംഗ് ബ്രാഞ്ചിന്റെ ഗുഡ്സ് അക്കൗണ്ട് എടുത്തു നോക്ക്. ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിസീവിംഗ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ? ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. കറക്റ്റ് അല്ലേ? ടു ഹെഡ് ഓഫീസ്. ആരായി? നമുക്കിപ്പോൾ അലഹബാദ് ബ്രാഞ്ചിൻ്റെത് നമ്മളോട് വരയാൻ പറഞ്ഞില്ലേ? ഇനി അലഹബാദിന്റെ വരയാൻ പറഞ്ഞിട്ടുണ്ട്. എൻട്രി എന്താവടോ? ഹെഡ് ഓഫീസ്. അത് സെൻഡിങ് ബ്രാഞ്ച് അല്ല. അലഹബാദ് ഇസ് ദ സെൻഡിങ് ബ്രാഞ്ച്. സെൻഡിങ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടിന്റെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫറിന്റെ എൻട്രീസ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ലെറ്റർ ടു
ഗുഡ്സ് ആണ്, ബട്ട് നമുക്ക് എന്തില്ല, അത് വരെയാൻ ചോദിച്ചിട്ടില്ല. സോ നമുക്ക് ഇത് മതി. അങ്ങനെ രണ്ടാമത്തെ എൻട്രി നമ്മൾ വളരെ വിജയകരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. നൗ ദ സി. ഡിപ്രിസിയേഷൻ അമൗണ്ടഡ് ടു ₹1,100 ഓൺ ലക്നൗ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. ലക്നൗ ബ്രാഞ്ചിൻ്റെ ഒരു അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആണ് 1000. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ അക്കൗണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമേ അറിയണ്ടൂ. ബട്ട് ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്. ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷന് രണ്ടിടത്തും എൻട്രി വരണം. ഇവിടെ എൻട്രി വരണം, ഇവിടെ എൻട്രി വരണം. നമുക്ക് ആദ്യം ഹെഡ് ഓഫീസിൽ ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്. ഓക്കെ, നമുക്ക് നോക്കാം എൻട്രി എന്താണ് എൻട്രി. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് മീൻസ് ഇയർ ഏതാണോ ബ്രാഞ്ച്? ലക്നൗ ബ്രാഞ്ച് ടു ഫർണിച്ചർ. എന്തെങ്കിലും തന്നിനടോ? നോ, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. ഹൗ മച്ച്? 1,100. ക്ലിയർ? ഓക്കെ. നൗ ഇവിടെ എന്താടോ അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ്. ഡിപ്രിസിയേഷന് ബ്രാഞ്ചിൻ്റെ ബുക്കിലുള്ള എൻട്രി എന്താ? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് 1100. ക്ലിയർ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ നരേഷൻ അവിടെ എഴുതി ചേർക്കണം. നൗ ദ ലാസ്റ്റ് വൺ. ഗുഡ്സ് വർത്ത് ₹9,000 dispatched by head office to Lucknow branch on 30th December and was received by the branch on 7th. അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ചിട്ടുണ്ട്, ബട്ട് ബ്രാഞ്ച് അത് ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ റിസീവ് ചെയ്തിട്ടില്ല. വാട്ട് ഇസ് ദ കേസ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എൻട്രി. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. Here the branch name is Lucknow. So entry is goods in transit account debtor to Lucknow branch account. Amount is 9,000. And how much? Entry ഇവിടെ ഏതാ? പുറത്തുനിന്ന് എന്തോ സൗണ്ട്. അപ്പം എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് പോവാം. എനിവേ ഇവിടെ എൻട്രി എന്താ വരിക? എൻട്രി എന്താ വരേണ്ടത്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ്. ബട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തെ എൻട്രി പാസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ എന്തായി? നോ എൻട്രി. ക്ലിയർ? ഇനി അഥവാ നിങ്ങളോട് വെറും ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് മാത്രമേ ചോദിച്ചെങ്കിൽ ഇവിടെ നോ എൻട്രി എന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഇത് എഴുതാൻ ചോദിച്ചില്ല. ഇത് മാത്രം ഇവിടെ എഴുതണം ഹെഡ് ഓഫീസ്. അല്ലെങ്കിൽ അതിന് ബെറ്റർ ഓപ്ഷൻ മീൻസ് ഇവിടെ അന്നേരം ആ സമയത്ത് നിങ്ങളിവിടെ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഷോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ആ സമയത്ത് നിങ്ങളവിടെ എൻട്രി പാസ് ചെയ്യണം. ഇതും ഒരു ഈസി കണക്കാണ്. അപ്പോൾ ഇനി റെക്ടിഫിക്കേഷനൊക്കെ വരുന്ന ഒരു കുറച്ച് ടഫായിട്ടുള്ള പ്രോബ്ലം ആണ് തരേണ്ടത്. അപ്പോൾ ആദ്യം ഇതെല്ലാം തറോ ആയി പഠിക്കുക. ഇതിൻ്റെ ബേസിൻ്റെ ആ ഒരു കുറച്ച് നേരം പറഞ്ഞത് തറോ ആയിട്ട് കേൾക്കുക. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് വരെയും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ അക്കൗണ്ട് വരെയും ബ്രാഞ്ചിൻ്റെ ബുക്കിലെ അക്കൗണ്ട് വരെയും. ബ്രാഞ്ചിൻ്റെ ബുക്കിലെ അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടാകും. അതുപോലെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ചിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടാവും. രണ്ടും തമ്മിലുള്ള ബാലൻസിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞു. സെയിം ബാലൻസ് ഓൺ ദി ഓപ്പോസിറ്റ് ബാലൻസസ് ആയിരിക്കും. ഡെബിറ്റ് ഒന്നിൽ ക്രെഡിറ്റും ആയിരിക്കും. പിന്നെ അതിന് മിസ്മാച്ച് വരാം. മിസ്മാച്ച് വന്നാൽ നമ്മളത് ശരിയാക്കണം. ശരിയാക്കാൻ വേണ്ടി നമ്മൾ 6 കേസസ് പറഞ്ഞു. അതിൽ 6ാമത്തത് ഞാൻ നിങ്ങൾക്ക് തിയറി മാത്രമാണ് നോട്ട്സ് തന്നത്. അതങ്ങനെ ചോദിക്കാറില്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയാനത്. റെമിറ്റൻസിനെ പറ്റി ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ സോ ഫസ്റ്റ് വൺ ഇസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഹെഡ് ഓഫീസ് എക്സ്പെൻസസ്, ചാർജബിൾ ടു ബ്രാഞ്ച്, ഡിപ്രിസിയേഷൻ ആൻഡ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. ഇതാണ് മിസ്മാച്ച് വരുന്നതിൻ്റെ റീസൺ. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ എന്താ നടക്കുന്നത്? ഹെഡ് ഓഫീസ് ഞാൻ മയക്കുവാണ്. ഹെഡ് ഓഫീസിൽ എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിൽ ബ്രാഞ്ച് ട്രയൽ ബാലൻസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട്
ആർക്ക് കൊടുക്കും? ഹെഡ് ഓഫീസിന് കൊടുക്കും. ഹെഡ് ഓഫീസ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ചുള്ള കോമൺ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഇങ്ങനെ കോളം വരച്ചിട്ട് എത്ര ബ്രാഞ്ച് ഉണ്ട് അതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, എല്ലാത്തിൻ്റെയും അസറ്റൊക്കെ പ്ലസ് ചെയ്തിട്ടുള്ളയും ലാബിലിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയുന്നതോടുകൂടെ നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ ആ വർഷത്തെ പണി കഴിഞ്ഞു. നൗ ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് എല്ലാം എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുക ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം അസറ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ അസറ്റൊക്കെ ആർക്ക് കൊടുത്തു എന്ന് കാണിക്കണം? ഹെഡ് ഓഫീസിന് ഇയർ എൻഡിൽ തിരിച്ചു കൊടുത്തു. പിന്നെ ഓപ്പണിങ് അവരിത് തിരിച്ചു തന്നതുപോലെ എവിടെ കാണിക്കണോ? അക്കൗണ്ടിൽ കാണിക്കണം. ആ പരിപാടികളെല്ലാം നമുക്ക് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻറ്റിന് ചെയ്യണം. സോ ഇത് നമ്മൾ രണ്ടാമതാ പറയാം. നമ്മൾ ഇനി അടുത്ത ക്ലാസ് മുതൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അയാൾ അക്കൗണ്ടൻറ്റ് ഇരുന്നിട്ട്, നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടൻറ്റ് ഡാനിയൽ അല്ലേ? ഓക്കെ, ഡാനിയൽ എന്തൊക്കെ ചെയ്യണം എന്നായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ പഠിക്കാം. ഓക്കെ, സോ ഒന്നും കൂടെ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ.